ആ പെട്ടി പൊളിച്ച് ഓരൊക്കെ കൊണ്ടുപോവാ. എവിടുക്കാ തമ്പുരാനെ, എവിടക്ക കുട്ടികളേറ്റവും പട്ടിയാളാണ്. കണ്ണൂർ നോക്കിയ കുട്ടിയാളാണ്. തെറ്റിന്റെ അടുത്ത് തന്നെയാണ്. ഇത് വിളിച്ചപ്പോ പോരാൻ പാടില്ല. എളുപ്പം എത്താളിന്റെ പല്ലിന്റെ ഒക്കെ ഒരു കോല വെറുതല്ല പേരക്കുട്ടിക്ക് ചെറിയൊരു ഉമ്മ കൊടുത്തപ്പോ നിലവിളിച്ചീനെ. അയ്യോ തേങ്ങ വീണ്. അയ്യോ ആ പെണ്ണ് കേട്ട് കാണുമോ? ഇപ്പൊ പോയില്ലെങ്കിൽ എത്തും കിട്ടൂല. പൈസയിൽ തന്നിട്ട് പോവാ. പൈസ കാണെങ്കിൽ 5 ഓട്ടോറിക്ഷ വിളിച്ചോ. ഞാൻ അത് ചോട്ടോട്ടും ചെയ്തു. തവളെ പടച്ചോനെ ഒരു പട നിക്കവിടെ. പല്ല് തട്ടിണ്ടാവും. എവിടെ ഇപ്പൊ പാലുട്ടിക്ക് വേദന ആയിക്കൊണ്ടിട്ട്? ആ ഓ ചോത്ത കുളിച്ച കുട്ടി. ഇമ്മമാനെ നമുക്ക് തല്ലണം കേട്ടോ. പല്ല് തട്ടിട്ടടാ. അതിന് പഴയ പോലെ ഉറപ്പൊന്നുമില്ലല്ലോ. എവിടെ പോയതാ? ചുമ്മാ വന്നിട്ടില്ലാതെ അതന്നെ പറഞ്ഞ എത്തും ഞങ്ങൾക്ക് തന്നിട്ടില്ല. എളുപ്പം കേറി പോയിക്കോളെ. വിലക്കീർത്താനും വഴക്ക് പറയാനും ഈ ഞാനുണ്ട്. ഇവള് മര്യാദക്ക് വണ്ടി കയറണം. വന്നിട്ടില്ലാതെ ആ റിയാസ് തന്നെ തവളെ ഞാൻ അറിഞ്ഞു. വണ്ടി പോവാൻ വരട്ടെ. വണ്ടിയിൽ ഒരാൾ കുറവുണ്ട്. കുറവാ? അതാരാ? എല്ലാവരും കയറിയില്ല. ശകുന്തള കയറിയിട്ടില്ല. അയ്യോ ഈ പെണ്ണെന്താ കയറാഞ്ഞേ? ആകെ മുറിഞ്ഞാക്കണു. നമുക്ക് ചോദിച്ചു നോക്കാട്ടോ. മമ്മാനെ ഉള്ള പല്ല് നമുക്ക് ഇന്ന് പോയി. നടക്കാൻ ഇറങ്ങിയതാണ്. നാളായല്ലോ കണ്ടിട്ട്. ഞാനിവിടെ ഉണ്ടല്ലോ. ഉണ്ടല്ലേ? ഈ വഴി പതിവാണോ? കേറി പോയിക്കോളെ. കൊത്തി മുറിച്ച് ഞാൻ എത്തത് അവിടെ ഇമ്പക്സിന്റെ വേറെ സൈഡിൽ നടക്കണ്ട. എന്നിട്ട് പോയേ? പേടിക്കാനൊന്നുമില്ല, ഞാൻ കറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. ഓ അല്ലേ? മുട്ടുവലിയേറ്റ് കൊല്ലും ഞാൻ. ഇതെന്തിനാ ഇമ്മച്ചി വയറ് കാട്ടി സാളിട്ടു. ഓരത്തിന് അവിടെ നിക്കണു തവളെ. ഇമ്മച്ചിന്റെ വയർമ ടാളിടാനല്ലേ? അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷൻ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. അതില് പോയി നിക്കല്. നിക്കവിടെ ചെവി കേൾക്കുണ്ടോ? എന്നാ കേട്ടോ, November 6 എന്നാ പൊയ്ക്കൂടെ? ഇച്ചിരി കഴിഞ്ഞിട്ട് പോവാം. ഇനിയും തേങ്ങയെടുപ്പ് നടക്കത്തില്ല. ഇന്നത്തെ മങ്ങൾ കാട്ടിക്കിട്. ഈ കുട്ടീനെ എന്തത്തെ ഉമ്മച്ചിക്കാണ്ട് പൊളിച്ചിക്ക മോറൊക്കെ. 7 തീയതി 8 തീയതി റിയാദില് ഇംബെക്സിന്റെ മെഗാ വേറെ സെയിൽ നടക്കാണ്. എയർ ഫെയർ, TV, കുക്കർ പോയേക്കാം. ശകുന്തള കയറിയിട്ടില്ലേ? എടാ അവൾ അവിടെ എവിടെയെങ്കിലും നിന്ന് കരയായിരിക്കും. നിങ്ങൾ രണ്ടുപേരും നിന്ന് ക്ഷമ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ. ഇന്ന് അവളില്ലെങ്കിൽ കാണായിരുന്നു. തിരുപ്പറ്റി അങ്ങനെ ഒരുപാട് സാധനങ്ങള് 70% വരെ ഓഫറിലാണ് അന്ന് കൊടുക്കണത്. അതൊക്കെ വാങ്ങിട്ട് 9 തീയതി ഞാൻ നാട്ടിൽ വരുന്നുള്ളൂ. വെച്ചതാണ് പോയേ. ഞാൻ പോയിക്കോ, മമ്മാനെ ഞാൻ കാട്ടി കൊടുത്താ. ഞാൻ എന്നോട് എത്ര കാലായി പറയുന്നു എന്റെ പല്ലൊന്ന് കെട്ടിച്ചാലേ. വേദനയോടെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി. അത് അങ്ങോട്ട് ആദ്യം അങ്ങോട്ട് പറയാ. എന്റെ കുട്ടികളെ മുട്ടായിക്കും വേണ്ടി വന്നേ. എനിക്ക് തേങ്ങയും കിട്ടിയ ഞാൻ എവിടുത്തെ ഈ വയസ്സാം കാലത്ത് ഇതൊക്കെ കെട്ടണോ? ആ പൈസ നമ്മൾ ആ തെങ്ങ് വലിച്ചട്ടി കൂടെ. ഇങ്ങനത്തെ ആ മൂലൊക്കെ പോയിട്ട് കാണാൻ വലിയ ബിഗ് ബോസ് എന്തെങ്കിലും കണ്ടു. 9 തീയതി വരാത്തവളെ ഞാൻ ഇവരോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറയാണ്. ശങ്കള എന്റെ അടുത്താണ്. ഔട്ടായ ശേഷം ഞാൻ പിന്നെ കാണലല്ല കൊയേ. ഒരേ മാറിയായി എന്താ കാട്ടാ? ഞാൻ ഇന്നാള് നിങ്ങളെ പല്ല് കൊണ്ടേ കെട്ടിച്ചെന്നിട്ട് നിങ്ങൾ എന്താ തേങ്ങ പൊട്ടിച്ചേ. വിളിച്ചു പോവല്ലേ? ആ കമ്പി വലിച്ചാൽ പൊട്ടിച്ചേക്ക്. ഇമ്മാരോട് ഒറ്റടേ കരിയും പോയേ. മനസ്സിലായി. അതിന് ഇവിടെ വന്ന് ബഹളം വെക്കുന്ന എന്താന്ന് മനസ്സിലായില്ല. അമ്പി തട്ടിട്ടേ
ഇന്റെ നാവിലൊക്കെ മുറിയായിക്കോളൂ വെറ്റിലടക്കി കൂടി തിന്നാൻ കഴിയില്ല ഇന്നി സാലഡ് എന്ന് പറഞ്ഞ സാധനം അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. ആ സാധനം ഇതെന്തിനാണെന്ന് മനസ്സിലായില്ലേ? നീ സ്വാമിനാഥനാണെന്ന് മനസ്സിലാക്കാൻ. ഞാൻ സ്വാമിനാഥനല്ല. അല്ലേ? അല്ല. അല്ലേ? അൽഹംദുലില്ലാ. നിന്റെ അച്ഛൻ അല്ലെങ്കിൽ തിരിച്ചടിക്കണ. ഈ നിച്ചാ മതി, ഇപ്പൊ കമ്പി കെട്ടേണ്ട ആവശ്യമില്ലാന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. അതിന് ജില്ല കൊണ്ടുപോകും അമേരിക്കക്ക്. അതിന് നമ്മൾ അമേരിക്കക്ക് പോകേണ്ട ആവശ്യം. എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന്. പഠിക്കാനുള്ളതൊക്കെ പഠിച്ചോ? പിന്നെ തൊഴിലുറപ്പ് കൂട്ടത്തിൽ ഏറ്റവും നന്നായി കളിക്കുന്ന ഞാനും. നമ്മളെ മലപ്പുറത്ത് വളാഞ്ചേരിയിലെ ലാഫ് ദന്തൽ ക്ലിനിക് ക്ലിനിക് ഉണ്ട്. അവിടെ പോയാൽ മതി, ഓര് ശരിയാക്കി തരും. ഇക്കടെ തേങ്ങയായിരുന്നാ? തേങ്ങ വീഴുന്ന കണ്ടോട് ഞാൻ തട്ടി ഇങ്ങോട്ട് ഇട്ടതാ. ഒന്നും മിണ്ടാതിരിക്കണം പട്ടികളെ. ഇനിയും ഇവിടെ കിടന്ന് കുറച്ചാലുണ്ടല്ലോ രണ്ടിനും ഞാൻ ചവിട്ടി പുറത്തിടും. എടീ, എന്താ നീ കയറുണ്ടോ? അതോ നിനക്ക് വീട്ടിൽ പോണോ? ഉച്ചക്ക് പെരിക്ക് ലേസേ അമേരിക്ക വാങ്ങലമ്മ. നമ്മുടെ ഒരു എക്സ്ട്രാ അതാണ് എന്ത് സാലികത്തായ പെൺകുട്ടി. നമ്മളൊക്കെ സഹോദരങ്ങളെ പോലെ കഴിയേണ്ടവരല്ലേ? ഏതൊരു കവി പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ടാഗോർ. ഇനി പഠിക്കാൻ വിട്ടാ പഠിക്കോ? നല്ലതായിട്ട് കളച്ചോളാവേ ടീച്ചറെ. ടീച്ചറെ നല്ലതായിട്ട് കളച്ചോളാം. ഓറഞ്ചിന്റെ സ്പെല്ലിംഗ് എന്തുവാ? പോട്ടെ, മോള് കരയണ്ട. ഇവന്മാര് രണ്ട് നാടകത്തിൽ പുതിയതല്ലേ, അതിന്റെ ഒരു പരിചയക്കേടാ ഈ ഉശിരും ചൂടും ഒക്കെ. ഈ വൈകി വരില്ലെന്ന് ഏകദേശം കറക്റ്റാ. ചേച്ചിക്ക് നമ്മളെ മനസ്സിലാവുന്നു തോന്നില്ല. അമ്മേ, നാടകം മുടങ്ങലും ഒക്കെ നമ്മൾ എത്ര കണ്ടതാ. അതുകൊണ്ടല്ലേ ഈ മത്തായി ചേട്ടൻ മോളെന്തെങ്കിലും പറഞ്ഞു. മത്തായിച്ച് എന്തെങ്കിലും പറഞ്ഞത് എനിക്ക് വിഷമമില്ലായിരുന്നു. ഇത് ഇനി നാടകത്തിൽ ഞാൻ അങ്ങോട്ട് പോവാണ് ആന്റി. നിക്കടാ അവിടെ. മിച്ചർ ചോദിച്ചിട്ട് തരാഞ്ഞതിന് സ്വന്തം കൂട്ടുകാരനെ കുത്തി. എന്നാലും അച്ഛനെ ഉടനെ ഇവിടെ എത്തിക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് ഇനി കല്യാണം കഴിക്കാൻ ഒക്കെ ഇല്ലയോ? ഞാൻ ഇനി നിങ്ങളെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. എടി കൊച്ചമണി, ഇവരെ പിടിച്ചു നിർത്താൻ. എന്നിട്ട് ജയിലിൽ പോയ ആളല്ലേ തനിക്കെന്താ ഈ വീട്ടിൽ കാര്യം? പരോളിനിറങ്ങി 10 ദിവസമുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഒരു കൊലയും കൂടെ ചെയ്യാനേ സമയമില്ല. നീ എന്തിനോട് വന്നു? എനിക്കിഷ്ടമുണ്ടായിട്ട് അടുത്ത് പോയി പറഞ്ഞു കാണുമല്ലോ. എന്റെ അമ്മേ, ഗതി കെട്ടവൻ തല മുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നു പറഞ്ഞ പോലെ എന്റെ കാര്യം. ഇപ്പൊ എവിടെ പോന്നു? നേരത്തെ പോണോ? അല്ലെങ്കിൽ കട കണക്ക് ചെറിയ മിച്ചർ മേടിക്കണ്ടായിരുന്നു. ഒന്ന് വേഗം ആവട്ടെ എന്റെ കൊച്ചമണി. ആ പ്രേമന അച്ഛനെയും വലിയേട്ടനും കൊണ്ട് ഏത് നിമിഷം ഇവിടെ എത്തുന്നു. വരുന്നു. ഈ വണ്ടി വിളിക്കാൻ പോയിട്ടുള്ള പിശാശി എവിടേക്ക് പോയി? അവൻ ഈ വണ്ടി മുട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും. പോട്ടെ, നല്ല തങ്കപ്പെട്ട കൊലയാളി. അയ്യേ, എന്താ ഇത്? ഇങ്ങനെയാണോ പെണ്ണുങ്ങള്? ദേ നോക്കി, വേണമെങ്കിൽ അവന്മാർക്ക് വേണ്ടി ഞാൻ മാപ്പി വയ്ക്കാം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അവന്മാരെ കൊണ്ട് മാപ്പി വയ്പ്പിക്കാം. പോരെ?